മുണ്ടത്തിക്കോട് ശിവപാർവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. നവീകരണ കലശത്തിനു ശേഷം നടന്ന ആദ്യത്തെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഇക്കുറി നടന്നത്. കോടാശ്ശേരി മലമുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്ത് ഇവിടെ യാഗം നടക്കുന്നതിനിടെ ശിവപാർവതി സാന്നിധ്യമുണ്ടായി എന്നാണ് സങ്കല്പം. ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി കാശി തീർത്ഥകുളം എന്ന സങ്കല്പത്തിൽ ഒരു കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. തുലാമാസത്തിലെ വാവുബലിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. നിരവധി ഭക്തരാണ് ബലിതർപ്പണത്തിന് ഇവിടെ എത്താറുള്ളത്. എല്ലാ ദിവസവും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു വരുന്നുണ്ട്. കോടശ്ശേരി മല ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് നടക്കുന്നത്. 23 വർഷം കഴിഞ്ഞു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും അതിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടും. കഴിഞ്ഞ വർഷമായിരുന്നു ഇതിൻ്റെ നവീകരണ കലശം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രതിഷ്ഠാദിനമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ശിവപാർവതിമാർ ഇവിടെ യാഗം നടക്കുകയും അവിടെ ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഇവിടെ കാശി തീർത്ഥം എന്ന് പറയുന്ന തുലാമാസത്തിലെ വാവുനാളിൽ അതുപോലെയുള്ള പ്രധാന ദിവസങ്ങളിലൊക്കെ അവിടെ ജലപ്രവാഹം കൂടും. തീർത്ഥമായിട്ടാണ് ഇവിടെ ആളുകൾ കണക്കാക്കുന്നത്. വർഷങ്ങളായി ക്ഷേത്രം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തുലാമാസത്തിലെ വാവുനാളിൽ ബലിയിടുകയും അതുപോലെ തന്നെ കാവടി ആഘോഷം നടക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം അത് കുറേ കൂടി സജീവമായി. ഇപ്പം എല്ലാ ദിവസവും ഇവിടെ ഭക്തജനങ്ങൾക്ക് ബലിയിടാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും വളരെ ഗംഭീരമായി തന്നെ നടത്തിക്കൊണ്ട് വരികയാണ്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളോട് നടക്കും. മലയുടെ മുകളിൽ ശിവപാർവതിമാരുടെ ഒരു വലിയ ഇത് സ്ഥാപിക്കണമെന്നുള്ളതാണ് ക്ഷേത്ര ഭരണസമിതി ട്രസ്റ്റിൻ്റെ ആഗ്രഹം. അതിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു. ഇവിടെ വൈദ്യശാസ്ത്രപരമായിട്ടും വലിയ ഐതിഹ്യമുള്ള ഒരു മലയാണ്. ഒരുപാട് ഔഷധ സസ്യങ്ങൾ നട്ടു വളർത്തുകയും ഇതിൻ്റെ താഴെയുള്ള ആശ്രമം ഉണ്ടായിരുന്ന സ്ഥലത്ത് വൈദ്യ ചികിത്സ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഐതിഹ്യമുണ്ട്. ഇപ്പോൾ ആശ്രമമില്ല, പക്ഷേ ആ സ്ഥലവും ഇതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി അതിൻ്റെ ഐതിഹ്യത്തിൽ പറഞ്ഞ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ വിധിപ്രകാരം കണ്ട കാര്യങ്ങൾ മുഴുവൻ വരുന്നൊരു 5 വർഷത്തിനുള്ളിൽ ചെയ്ത് പൂർത്തിയാക്കാനാണ് ക്ഷേത്ര ഭരണസമിതി ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത്. മുൻകാലങ്ങളിൽ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആശ്രമത്തിനോട് ചേർന്ന് ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തിയതായും പഴമക്കാർ പറയുന്നു. പ്രതിഷ്ഠാദിനം 3 ദിവസങ്ങളോട് നടന്നുകൊണ്ടിരിക്കുന്ന അവസാനം പൂജ കഴിഞ്ഞ് മലനിറ്റ് ഗിരിപ്രതിഷ്ഠ അതിനോട്ടുണ്ട്. എൻ്റെ മലയത്ത് ചുറ്റി വന്ന് അവസാനിക്കും. വൈകിട്ട് കരകത്തിലുണ്ട്. എല്ലാ വർഷം ഈ കേരളത്തിൽ മകേരി നടക്കുന്ന ഇപ്പോൾ ഈ പ്രതിഷ്ഠാദിനം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഉത്സവങ്ങൾ കടക്കവാട് താമസമാവിന് 10 തിരുവാതിരി പരിപാടികളുണ്ട്. ശിവരാത്രിയുണ്ട്, തിരുവാതിര ഉണ്ടാകട്ടെ, കുറേ വിശേഷങ്ങളുണ്ട്. എല്ലാവരും ആടുന്നവരുണ്ട്. മൃഗങ്ങളൊക്കെ ഭയങ്കര ഐശ്വര്യമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ 3ാം ദിവസമായ ഇന്ന് മഹാഗണപതി ഹോമം, സുകൃത ഹോമം, ശിവന് കലശപൂജ, പാർവതിക്ക് നവകം, പഞ്ചഗവ്യം എന്നീ പൂജകൾ നടന്നു. ഉച്ചപൂജ, ധാര, മഞ്ഞൾ ആറാട്ട്, മഹാ ആരതി, പ്രസാദ വിതരണം, ദക്ഷിണ സമർപ്പണം, ഗിരിപ്രദക്ഷിണം, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോടശ്ശേരി മലക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ, സെക്രട്ടറി MN ലതീന്ദ്രൻ, ട്രഷറർ വി ആനന്ദകൃഷ്ണൻ, മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. Solar Lights. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.